അല്ലെങ്കിൽ എൻ്റെ ഒരു ആത്മ സുഹൃത്തായിരുന്നു സോബി എന്നത് ഞാൻ ഈ അവസരത്തിൽ കൊണ്ടുവയ്ക്കാൻ ആഗ്രഹിക്കുന്നു. പലപ്പോഴും സംഘടനാ പ്രവർത്തനത്തിൽ നമ്മുടെ ചില നോട്ടീസുകളിലൊക്കെ എഴുതിയതുപോലെ അദ്ദേഹം ഒരു സൗമ്യ മുഖമായിരുന്നെങ്കിലും പലപ്പോഴും തീരുമാനമെടുക്കുന്ന കാര്യത്തിൽ വളരെ ശക്തമായ നിലപാടുകളും അദ്ദേഹം എടുത്തിരുന്നു. സംഘടന എനിക്ക് തോന്നുന്നത് ഈ കഴിഞ്ഞ 30-40 വർഷത്തിനിടയിൽ എടുത്തത് ഏറ്റവും പ്രധാനപ്പെട്ട തീരുമാനം 5 ശമ്പള കമ്മീഷനെതിരെ സമരം ചെയ്യുക എന്നുള്ളതാണ്. 5 ശമ്പള കമ്മീഷനെതിരെ സമരം ചെയ്യുക എന്നുള്ള തീരുമാനം ചിലപ്പോൾ അഖിലേന്ത്യാ തലത്തിൽ എടുക്കാൻ പറ്റാതെ വന്ന സംഘടന അത് സോണൽ തലത്തിൽ സദേൺ റെയിൽവേയിൽ പ്രത്യേകിച്ച് തിരുവനന്തപുരമൊക്കെ സെൻട്രൽ ആയിട്ടാണ് ആ തീരുമാനം ഉണ്ടാകുന്നത്. അന്ന് അത്രയും പ്രധാനപ്പെട്ട അത്രയും ശക്തമായ ഒരു തീരുമാനമെടുക്കുമ്പോൾ അന്ന് ഈ സംഘടനയുടെ സോണൽ സെക്രട്ടറി ആയിരുന്ന സഖാവ് എൽമുടി സാറിനോടൊപ്പം തോളോട് തോൾ ചേർന്ന് നിന്ന് ഈ തീരുമാനത്തിലേക്ക് എത്തിക്കുവാനും ആ സംഘടനയെ മുമ്പോട്ട് നയിക്കുവാനും സോണൽ ട്രഷറർ എന്ന നിലയിൽ സഖാവ് സോബി ഉണ്ടായിരുന്നത് ഇത്തരണത്തിൽ പ്രത്യേകം ഓർക്കുകയും അധീരമായ നിലപാടുകൾക്ക് അദ്ദേഹത്തിനോട് നന്ദി പറയുകയും ചെയ്യുന്നു. ഇതിനുശേഷം നിരവധി പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്, നിരവധി വിഷയങ്ങൾ ഉണ്ടായിട്ടുണ്ട്, സംഘടനയെ സംബന്ധിച്ച് നിരവധി വിഷയങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ആ സമയത്തെല്ലാം കൃത്യമായ ഒരു നിലപാടുണ്ടായിരുന്ന വ്യക്തിയായിരുന്നു സോബി. പക്ഷെ ഈ നിലപാടിനേക്കാളേറെ സംഘടനയോടുള്ള കൂറ് ഉണ്ടായിരുന്ന വ്യക്തിയായിരുന്നു. ആ സംഘടനയുടെ തീരുമാനങ്ങൾ അല്ലെങ്കിൽ ആ തീരുമാനം ശരിയായ തീരുമാനത്തിൽ എത്തിക്കുവാനും തന്റെ സഹപ്രവർത്തകരെ അതിലേക്ക് അടുപ്പിക്കുവാനും ഉള്ള കഴിവുണ്ടായിരുന്നു. പലപ്പോഴും ഒരു മെയിൻ ഡ്രൈവറൊക്കെ ആയിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ പാസഞ്ചർ ആയിക്കഴിഞ്ഞാൽ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നങ്ങൾ വരുന്നതെല്ലാം ലിങ്കുമായിട്ട് ബന്ധപ്പെട്ടാണ്. ലിങ്ക് എന്നത് ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും അറിയാം. ഓരോ ദിവസത്തെയും ഡ്യൂട്ടി എന്താണ്, എങ്ങനെയാണ്, എവിടെയാണ് വിശ്രമം എന്നെല്ലാം തീരുമാനിക്കുന്ന ലിങ്കുമായി ബന്ധപ്പെട്ടായിരിക്കും ഏറ്റവും കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. ഏതാണ്ട് കഴിഞ്ഞ 20 വർഷം മിക്കവാറും ഈ ലിങ്കുകളുടെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട സോബിക്ക് ഒരു സേ ഉണ്ടായിരുന്നു. അല്ലെങ്കിൽ അതിനു വേണ്ടിയിട്ട് നിരവധി മണിക്കൂറുകൾ, ദിവസങ്ങൾ അദ്ദേഹം ചെലവഴിച്ചിരുന്നു. പലപ്പോഴും ചില ശക്തമായ നിലപാടുകൾ എടുക്കുമ്പോൾ അത് നമ്മുടെ നിലപാടുകളില്ലെങ്കിൽ നമ്മുടെ ആവശ്യങ്ങളെല്ലാം പൂർണ്ണമായി നടത്താൻ പറ്റാതെ വന്നാൽ ഒരു പരിധിവരെ മാത്രമാണ് അത് സാധിച്ചെടുക്കുന്നതെങ്കിൽ അത് മറ്റുള്ളവരെ പറഞ്ഞ് ബോധിപ്പിക്കുവാനും പറഞ്ഞ് മനസ്സിലാക്കുവാനും സംഘടനയോടൊപ്പം അല്ലെങ്കിൽ ഈ ലിങ്കിന്റെ ഫോർമേഷനിൽ വന്ന ബുദ്ധിമുട്ടുകളെ പറ്റി പറഞ്ഞ് മനസ്സിലാക്കി അത് അക്സെപ്റ്റ് ചെയ്യാനും വേണ്ടി വരുമ്പോഴെല്ലാം അതിനെതിരെ ശക്തമായ സമര പരിപാടികൾക്ക് ആൾക്കാർ തയ്യാറെടുക്കുവാനും തയ്യാറിലെ എത്തിക്കുവാനും സഖാവ് സോബി ഉണ്ടായിരുന്നു. ഞാൻ സംഘടനാ പ്രവർത്തനത്തിൽ ഏറ്റവും കൂടുതൽ ചിലപ്പോൾ ചർച്ച ചെയ്തിട്ടുള്ളത് എന്റെ പ്രവർത്തനത്തിൽ ചർച്ച ചെയ്തിട്ടുള്ള ചിലപ്പോൾ ലിങ്കുമായിട്ട് ബന്ധപ്പെട്ടായിരിക്കും സോബി ചർച്ച ചെയ്തിട്ടുള്ളത്. ഞാൻ ഇതേപോലുള്ള അങ്ങനെയുള്ള അദ്ദേഹത്തിന്റെ നിരവധി ദിവസങ്ങൾ സമയം സംഘടനയ്ക്ക് വേണ്ടി ഇതേപോലെ ലിങ്കിനാണെങ്കിലും മറ്റു പ്രക്ഷോഭ പരിപാടിക്കാണെങ്കിലും അതുപോലെ നിരവധി യാത്രകൾ സംഘടന മദ്രാസിലും പല ഭാഗങ്ങളിലും രാജ്യത്തിന്റെ പല ഭാഗങ്ങളിലും നടത്തിയിട്ടുള്ള BGM-കളിലും ഡൽഹിയിൽ നടത്തിയ പല പ്രക്ഷോഭങ്ങളിലും അദ്ദേഹവും പലപ്പോഴും കുടുംബമായിട്ട് തന്നെ. ഞാൻ ഓർക്കുന്നുണ്ട്, എൻ്റെ കുട്ടികളൊക്കെ വളരെ ചെറുതായിരിക്കുമ്പോൾ അർജുനൊക്കെ ഞങ്ങൾ ഒന്നിച്ച് പല യാത്രകളും നടത്തിയിട്ടുണ്ട്. എനിക്ക് ചിലപ്പോൾ ആ എല്ലാവരെയും കുടുംബാംഗങ്ങളെ എല്ലാവരെയും നേരിട്ടറിയാവുന്നതും പേരുകൊണ്ടും എല്ലാം അറിയാവുന്നതും ചുരുക്കം ചില കുടുംബങ്ങളിലൊന്നാണ് സോബിയുടെ കുടുംബം. ഈ സംഘടന എന്നതിനേക്കാൾ ഏറെ എല്ലാവരുടെയും ജീവിതത്തിലേക്ക് ചിലപ്പോ അങ്ങ് കടന്നു ചെല്ലുമ്പോൾ ചിലപ്പോഴൊക്കെ അതൊരു ഉടിഞ്ഞോട്ടം പോലെ ആകുമെങ്കിൽ പോലും ചിലപ്പോൾ ചിലരുടെ വ്യക്തിപരമായ കാര്യങ്ങളൊക്കെ പോലും അതിലെല്ലാം പോലും ഇടപെടുന്ന ഒരു ഓർഗനൈസേഷനാണ് LRC എന്നതുകൊണ്ട് ഇതിന്റെ ഭാഗമായി എന്നും ഉണ്ടാകണമെന്ന് അഭ്യർത്ഥിക്കുകയും ചെയ്തുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു.
സഖാക്കളെ, കുടുംബാംഗങ്ങളെ, സഖാവ് സ്വാമിയെ സംബന്ധിച്ചിടത്തോളം എന്നും സംഘടനയുടെ എല്ലാ കാര്യങ്ങളിലും ഊർജ്ജത്തോടുകൂടി മുന്നിൽ നിന്നിട്ടുള്ള ഒരു വ്യക്തിത്വത്തിന് ഉടമയാണ് അദ്ദേഹം. സ്വന്തം ജീവിത പ്രയാസങ്ങളെ ചിരിച്ചുകൊണ്ട് വളരെ ലാഘവത്തോടുകൂടി അതിനെ തരണം ചെയ്യുന്ന ഒരു പ്രത്യേക സ്വഭാവത്തിന് ഉടമയുമാണ്. അദ്ദേഹത്തിന് 2025 മെയ് വരെ സർവീസിൽ തുടരാമായിരുന്നു. പക്ഷേ നിർഭാഗ്യവശാൽ ആക്സിഡന്റ് ഉണ്ടായി. അവിട്ടപ്പള്ളി റോഡ് മുറിച്ച് കടക്കുമ്പോൾ ഒരു വണ്ടി വന്നിടിച്ച് 6 മാസത്തോളം നീണ്ട ചികിത്സയിലായിരുന്നു. കുടുംബാംഗങ്ങളെ, റെയിൽവേയിൽ കയറിയ കാലം മുതൽ ശോഭി ബോഡിയും ബാക്കിയുള്ളവർ പ്രസംഗിച്ച പോലെ ആള് സൈലന്റ് ആയാലും സംഘടനയിൽ ഉറച്ച വിശ്വാസവും മുന്നിൽ നിൽക്കുകയായിരുന്നു. അന്ന് മുതൽ വ്യക്തിപരമായിട്ട് നല്ല ഫ്രണ്ട്ഷിപ്പ് ഉണ്ടായിരുന്നു. ഇടയ്ക്ക് ഇപ്പോൾ ഈ കാല് ആക്സിഡന്റായി ട്രിവാൻഡ്രത്ത് ഒരു 5 ദിവസം ഉണ്ടായി. ഞാൻ എത്ര ദിവസം എനിക്ക് ഒരു സമയം പാസിംഗ് ആയിരുന്നു. ദിവസം വൈകുന്നേരം പോകും, കുറെ ലാത്തി അടിക്കും. അപ്പോഴാണ് അവിടെ ഒരു ജയശ്രീ ഉള്ളത് അറിഞ്ഞത്. കാരണം എൻ്റെ വീട്ടിലൊരു ജയശ്രീ ഉണ്ട്, റോയിലുള്ള ഒരു ജയമുണ്ട്. അന്നാണ് അറിയുന്നത് അവിടെ ഒരു ജയശ്രീ ഉള്ളത്. ഞാൻ സോൺ പ്രസിഡന്റായിട്ടും മണിസാർ സോൺ സെക്രട്ടറിയും ആ കാലഘട്ടത്തിൽ ആ സോണ ട്രഷറായിരുന്നു. സമരം ഞാൻ റെയിൽവേ കയറിയ ശേഷം ആദ്യമേ ഒരു സമരം നോട്ടീസ് കൊടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. അന്ന് ശോഭിയും ആ ഓഫീസ് മുൻ നിലയിൽ ഉണ്ടായിരുന്നു. കാരണം അത് നിർണായക കാലഘട്ടമായിരുന്നു. എന്തും എപ്പോഴും സംഭവിക്കാം. അന്നത്തെ പാലക്കാട് ഡിവിഷൻ ADR എന്നെ വിളിച്ചു പറഞ്ഞു, നിങ്ങൾ സമരത്തിന് പിന്മാറണം. ഞാൻ പാലക്കാട് ഡിവിഷനിലായിരുന്നു, ശോഭിയും മത്സാറും ട്രിവാൻഡ്രം ഡിവിഷനിലായിരുന്നു. സമരത്തിന് പിന്മാറില്ലെങ്കിൽ നിങ്ങൾക്കെതിരായിട്ട് വളരെ മോശമായ നടപടികൾ നിങ്ങൾ സ്വീകരിക്കേണ്ടി വരുന്നത്. ആ കാലഘട്ടത്തിലാണ് ശോഭി ട്രഷറായിരുന്നത്. പിന്നെ ഈ റിട്ടയർമെന്റ്, എനിക്കെല്ലാം റിട്ടയർ ആകുമ്പോൾ ഭയങ്കര വിഷമം ഉണ്ടായിരുന്നു. ഇപ്പോഴാണ് ഞാൻ റെയിൽവേയിൽ പുതിയ ഈ പോക്കുകൾ കാണുമ്പോൾ 1984 ഞാൻ വരുമ്പോൾ റണ്ണിംഗ് സ്റ്റാഫ് എത്രമാത്രം കഷ്ടപ്പെട്ടുകൊണ്ടിരുന്നോ ആ കഷ്ടത്തിലേക്ക് ഇപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. 84 ശേഷം അന്ന് 84-89 KS പോലീസ് അവരുടെ റിമൂവലായിട്ട് അവരും 84 റെയിൽവേ കയറുന്നു. അതിനുശേഷം പുതിയ ആൾക്കാർ ആ ഡിപ്ലോമയുടെ RRB വഴി റെയിൽവേ വരുന്നു. ARC വളർന്ന് പന്തലിക്കുകയായിരുന്നു. പല അവകാശങ്ങളും നമ്മൾ പിടിച്ചു വാങ്ങി നമ്മൾ നേടിയെടുത്തതാണ്. ഇപ്പോൾ ഞാൻ 84 റെയിൽവേയിൽ ഇരുമ്പോൾ റണ്ണിംഗ് സ്റ്റാഫ് എന്ത് ഗതിയിലേക്കിരുന്നോ, എന്ത് ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചോ ആ ബുദ്ധിമുട്ടിലേക്ക് നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. ശക്തമായി നമുക്ക് നമ്മുടെ കയ്യിലുള്ളത് ആയുധം ഒന്നേ ഉള്ളൂ: ശക്തമായ പോരാട്ടം, കെട്ടുറപ്പുള്ള പോരാട്ടം, ഒരുമിച്ചുള്ള പോരാട്ടം, ARCയുടെ ഉള്ള പോരാട്ടം. അത് നമ്മൾ ചെയ്തില്ലെങ്കിൽ നമ്മൾ പഴയ സ്റ്റേജിലേക്ക്, ഞാൻ പറഞ്ഞ പോലെ 84 സ്റ്റേജിൽ നമ്മൾ പോകും. നമ്മൾ മധുര ഡിവിഷനിലും വടക്കേ ഇന്ത്യയിലും 14/2 മധുര ഡിവിഷനിൽ സെറ്റ് ചെയ്തതിന് SFI ഇതെല്ലാം കേൾക്കുമ്പോൾ നമ്മുടെ ഡിവിഷനിൽ, ട്രിവാൻഡ്രം ഡിവിഷനിൽ ഇതൊന്നും വരത്തില്ല എന്നുള്ള തോന്നലുണ്ടായിരുന്നു. ട്രിവാൻഡ്രം ഡിവിഷനിലും ചെറിയ നായന്മാർ അല്ലെങ്കിൽ ദേവകുമാര നായന്മാരെ പോലുള്ള ആൾക്കാർ വരുമ്പോൾ പുതിയ ആ മധുരയിലും വടക്കേ ഇന്ത്യയിലുമുള്ള പല പണിഷ്മെന്റുകളും നമ്മൾ നോക്കി അറ്റ്ലീസ്റ്റ് അവരെ എല്ലാ മീറ്റിംഗിൽ നിന്നും പറയുന്നുണ്ട് 14/2 ഞാൻ ഇഷ്യൂ ചെയ്യും. ആ സ്റ്റേജിലേക്ക് നമ്മുടെ ഡിവിഷൻ പോയിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടമാണ്. അതിന് നോക്കുമ്പോൾ റണ്ണിംഗ് സ്റ്റാഫിൽ നിന്ന് രക്ഷപ്പെട്ട് റിട്ടയർ ആകുമ്പോൾ സന്തോഷമാണ്. ഈ സംഘടനയിൽ വിട്ട് പോകുന്നത് ദുഃഖമായാലും ഈ
ഈ കാറ്റഗറി ഇപ്പൊ ആ സ്റ്റേജിൽ നമ്മൾ പോകുന്നത്. എനിക്കിവിടെ പറയാനുള്ളത് നമ്മുടെ എല്ലാ റിട്ടയർമെന്റിലും റിട്ടയർഡ് ആയുള്ള എംപ്ലോയെ പുറത്ത് പറയുന്ന കൂടുതൽ തന്നെ സംഘടനയെ വളർത്താനുള്ള കാര്യങ്ങൾ നമ്മൾ പറയാറുണ്ട്. അതിനുവേണ്ടിയാണ് റോഡിലൂടെ ഞാൻ പ്രസംഗിക്കുന്നത്. നമ്മൾ ശക്തമായി പോകണം. പിന്നെ റോഡിൽ ബാക്കിയുള്ളവർ പറഞ്ഞ ബഹുമാനപ്പെട്ട സമ്മേളനത്തിന്റെ അധ്യക്ഷൻ ഡിവിഷൻ പ്രസിഡന്റ് RS ആണ്, നമ്മുടെ ഏറ്റവും പ്രിയങ്കരനായ ആദ്യത്തെ നേതാവ് സഖാവ് KS മണി, നമ്മളോട് ഔദ്യോഗിക പ്രയത്നത്തിലും ഇവിടെ പറയുന്ന എല്ലാവർക്കും പ്രിയങ്കരനായ KS മണി, ജയശ്രീ, ഡോക്ടർ അർജുൻ, ഡോക്ടർ വിസ്മയ, സഹോദരൻ ശ്രീ ഷാജി, കുടുംബാംഗങ്ങളെ, സമ്മന്നരായ സെൻട്രൽ വൈസ് പ്രസിഡന്റ് സഖാവ് മുന്നോടി, CS കിഷോർ, മറ്റു നേതാക്കളെ, പ്രിയമുള്ള തൊഴിലാളി സുഹൃത്തുക്കളെ, പുരാണങ്ങളിലെ ഒരു കഥാപാത്രമാണ് സത്യകാമൻ. സത്യകാമന്റെ ഒരു ആഗ്രഹം ഗൗതമ മഹർഷിയുടെ ശിഷ്യനാകണമെന്നായിരുന്നു. അങ്ങനെ ഗൗതമ മഹർഷിയുടെ അരികിലേക്ക് സത്യകാമൻ ചെയ്യുമ്പോൾ സത്യകാമനോട് ഗൗതമ മഹർഷി ചോദിക്കുന്നുണ്ട്, നിന്റെ കുലം ഏതാണ് എന്ന് ചോദിക്കും. അപ്പൊ ഈ തീവ്രമായ ആഗ്രഹവുമായിട്ട് വരുന്ന സത്യകാമന് ഗൗതമ മഹർഷിയുടെ ചോദ്യത്തിന് ഉത്തരം പറയുന്നതിന് പകരം വിതുമ്പുന്ന മുഖവുമായിട്ട് നിൽക്കുകയാണ്. ഒരു മറുപടി പറയാൻ പറ്റാത്ത രീതിയിലുള്ള മുഖഭാവമായിട്ട് നിൽക്കുന്നു. അപ്പൊ വീണ്ടും ഗൗതമ മഹർഷി ചോദിക്കുന്നുണ്ട്, നീ മറുപടി പറയുന്നില്ല. അപ്പോൾ സത്യകാമൻ പറഞ്ഞു, എൻ്റെ കുലം ഏതാണെന്ന് എനിക്കറിയില്ല. അമ്മയോട് ഞാൻ പലവട്ടം ചോദിച്ചു, അമ്മയുടെ മറുപടി മൗനമായിരുന്നു. അതുകൊണ്ട് ഉത്തരത്തിനായിട്ട് ഞാൻ നിർബന്ധിച്ചില്ല. ഉടനെ ഗൗതമ മഹർഷി സത്യകാമനോട് പറയും, സൂര്യ തേജസ് പോലെ തിളങ്ങുന്ന നിന്റെ സത്യസന്ധതയാണ് നിന്റെ കുലം. നിന്റെ കുലം ഈ സത്യസന്ധതയാണ്. അത് സൂര്യ തേജസ് പോലെ തിളങ്ങുന്നു. നിന്നെ ഞാൻ ശിഷ്യനായിട്ട് സ്മരിക്കും. ജീവിതത്തിലും തൊഴിലിലും റെയിൽവേയിലും സൂര്യതേജസ്സോടെ സത്യസന്ധമായി തിളങ്ങിയ ഒരു വ്യക്തിത്വമാണ് സഖാവ് KS. സ്നേഹാദരവ് എന്ന് എഴുതിയിരിക്കുന്നത് കൊണ്ട് തന്നെ 2-3 കാര്യങ്ങളെങ്കിലും ഓർക്കുന്നു എന്ന് അദ്ദേഹത്തോട് പറയേണ്ടതുണ്ട്. കാരണം അദ്ദേഹത്തിന്റെ സംഭാവനകൾ അത്രയും മികച്ചതും അത്രയും എക്കാലവും ഓർമ്മയിൽ നിലനിൽക്കുന്നതും ആ കാര്യങ്ങൾ സൂചിപ്പിക്കുകയും ആ കാര്യങ്ങൾ അറിയാത്ത തലമുറയെ ഓർമ്മപ്പെടുത്തുകയും ചെയ്യുന്ന ഒരു ദൗത്യത്തിലേക്കാണ് ഞാൻ കടന്നത്. ഇപ്പോൾ നമ്മളിവിടെ ഇരിക്കുന്ന ഈ ഓഫീസ് എന്ന് പറയുന്നത് ഒരു സ്വപ്നമായിട്ട് ഏറ്റവും ആദ്യം കൊണ്ടുവന്ന വ്യക്തി KS. പാലക്കാട് ഒരു റെന്റിനെടുത്ത അല്ലെങ്കിൽ ലീസിനെടുത്തൊരു കെട്ടിടത്തിന്റെ ഉദ്ഘാടനവും കഴിഞ്ഞ് വരുമ്പോൾ അതിനുശേഷം കണ്ടപ്പോൾ സോബിയനോട് പറഞ്ഞു, എനിക്കൊരു സ്വപ്നമുണ്ട്, സ്വന്തമായിട്ടൊരു ഓഫീസ് എറണാകുളത്ത് വേണമെന്നുണ്ട്. ആ സ്വപ്നത്തിന് ചിറക് വിടർത്തുവാൻ, ആ സ്വപ്നത്തോടൊപ്പം സഞ്ചരിക്കുവാൻ അദ്ദേഹം ധാരാളം പേരെ കണ്ടുപിടിക്കുകയും ചെയ്തു. അതിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് PN സോമൻ നേതൃത്വം നൽകി. അതിന്റെ സാമ്പത്തിക സമാഹരണത്തിന് മുൻനിരയിൽ ഞാനും സോബിയുമൊക്കെ ഒപ്പമുണ്ടായി. അതിന്റെ ഉദ്ഘാടനം തീരുമാനിച്ചു കഴിഞ്ഞപ്പോൾ, സെപ്റ്റംബർ 15-ാം തീയതി എന്നുള്ള ഡേറ്റ് തീരുമാനിച്ചു കഴിഞ്ഞപ്പോൾ സോബി ഒരു ദിവസം പറഞ്ഞു, ഒരു പക്ഷേ ഞാൻ പോലും അത്രയും ചിന്തിച്ചിട്ടില്ലായിരുന്നു, ഓർമ്മയുണ്ട്. സോബി പറഞ്ഞു, നമ്മുടെ കയ്യിലുള്ള പൈസ കൊണ്ട് ഈ കെട്ടിടത്തിന് ഉദ്ഘാടനം നടക്കില്ല. നമ്മൾ കുറച്ച് ഒരു 5 ലക്ഷം രൂപ കൂടി നമ്മൾ കണ്ടെത്തേണ്ടതുണ്ട്. 5 ലക്ഷം രൂപയ്ക്ക് ഞാൻ കണ്ടിരിക്കുന്ന മാർഗം, യഥാർത്ഥത്തിൽ സാമ്പത്തിക കാര്യങ്ങൾ എനിക്കാരും ഉത്തരവാദിത്തമെങ്കിലും എന്നെക്കാൾ ഒരു പടി കൂടി എന്റെ മുമ്പിൽ നിന്നുകൊണ്ട് സോബി പറഞ്ഞു, 5 ലക്ഷം രൂപ കൂടി ആവശ്യമുണ്ട്, എന്നാലും നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ ഉദ്ഘാടനം നടക്കുകയുള്ളൂ. അപ്പോൾ ഞാൻ ചോദിച്ചു, 5 ലക്ഷത്തിന് എന്താ പോവുക? സകല ചെട്ടികളും എല്ലാ ഇടപാടുകളും നടത്തി മറ്റൊരു വഴിയും അടങ്ങി നിൽക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞ മറുപടി, ഈ 5 ലക്ഷം രൂപ ഞാനും നീയും ഉൾപ്പെടെയുള്ള 5-6 പേര് ചേർന്ന് കയ്യിൽ നിന്ന് എടുത്ത് ഇതിന്റെ ഉദ്ഘാടനം നടത്തി. അദ്ദേഹം എമൗണ്ടും പറഞ്ഞു, എന്നോട് 50,000 രൂപ പറഞ്ഞു, റോളിയോട് 1 ലക്ഷം പറഞ്ഞു, സോബിയോട് 1 ലക്ഷം എടുത്ത്. അങ്ങനെ ഏതാണ്ട് ഒരാഴ്ചക്കൂടി ഇത് എവിടെ നിന്ന് കൊണ്ടുവരും എന്നുള്ള ചോദ്യം പോലും ആ ചോദ്യം കേട്ടപ്പോൾ തോന്നിയെങ്കിലും അദ്ദേഹത്തിന്റെ വാക്ക് വളരെ മൂർച്ചയുള്ളതായിരുന്നു. തന്നെ തീരും തരണം ഉദ്ഘാടനം നടത്തി. അങ്ങനെയാണ് ഈ
നമ്മുടെ അഭിമാനമായിട്ട് നമ്മൾ കരുതുന്ന എല്ലാ സഭയിലും ഉദ്ഘാടനം നിശ്ചയിച്ച രീതിയിൽ നടത്താൻ കഴിയും. അത് ഞങ്ങൾ ഓർക്കുന്നു. താങ്കളുടെ ആ തീരുമാനം അതുകൊണ്ടാണ് ഇത്രയും അന്തസ്സാർന്ന കെട്ടിടത്തിന് ഈ ശീതീകരിച്ച മുറിയിൽ നമുക്ക് ഇരിക്കാൻ കഴിയുമ്പോൾ ഞങ്ങൾ ഓരോ തവണ ഇരിക്കുമ്പോഴും സോബിയെ ഞങ്ങൾ ഓർക്കും. 38 വർഷക്കാലം ഒരു സംഘടനയുടെ നേതൃത്വത്തിന്റെ ഭാഗമായിരുന്നു അദ്ദേഹം. സോമൻ കഴിഞ്ഞ ദിവസം എന്നോട് ചോദിച്ചു, നേതൃത്വത്തിലെ ധീരമുഖം എന്ന് എഴുതണമെന്ന് ചോദിച്ചു. ധീരനായ പോരാളി. നമ്മൾ ധീരനായ പോരാളി തന്നെയല്ല, സൗമ്യം പോലെ എഴുതിയാൽ പറ്റും. സൗമ്യതയാണ് അദ്ദേഹത്തിന്റെ മുഖമുദ്ര എന്ന് പറയും. തീരുമാനങ്ങളിൽ ഉറച്ചു നിന്നുള്ള സൗമ്യത. ഈ 38 വർഷക്കാലത്തിനിടയിൽ അദ്ദേഹം സർവീസിന്റെ 11ാം വർഷത്തിലാണ് സോണൽ ട്രഷററായി. പിന്നീട് അദ്ദേഹം സോണൽ കമ്മിറ്റിയിലേക്കോ സെൻട്രൽ കമ്മിറ്റിയിലേക്കോ ഒന്നും പോയിട്ടില്ല. എങ്കിലും അദ്ദേഹം നേതൃത്വത്തിലുണ്ടായിരുന്നു. ഞാൻ സോണൽ ട്രഷറർ ആയിരുന്നല്ലോ, ഇനി ഡിവിഷൻ ഭാരവാഹിയാകാമോ ബ്രാഞ്ച് ഭാരവാഹിയാകാമോ എന്നൊന്നും അദ്ദേഹം ഒരിക്കലും ചിന്തിച്ചിട്ടില്ല. സംഘടന എന്ത് തീരുമാനിക്കുന്നു അതൊരു ചില പക്ഷേ ഒരു എക്സിക്യൂട്ടീവ് മെമ്പർ പദവിയായിരിക്കും, ബ്രാഞ്ച് പ്രസിഡന്റിന്റെ പദവിയായിരിക്കും, ബ്രാഞ്ച് എക്സിക്യൂട്ടീവ് മെമ്പറുടെ പദവിയായിരിക്കും, ബ്രാഞ്ച് വൈസ് പ്രസിഡന്റിന്റെ പദവിയായിരിക്കും, ബ്രാഞ്ച് വർക്കിംഗ് പ്രസിഡന്റിന്റെ പദവിയായിരിക്കും. ആ പദവിയിൽ അദ്ദേഹം തൃപ്തനായിരുന്നു. അദ്ദേഹത്തിനുള്ളത് അദ്ദേഹം പദവിയുടെ അദ്ദേഹം നീതി പുലർത്തി അദ്ദേഹം നേതൃത്വത്തിന്റെ ഭാഗമായി. അങ്ങനെ ഇത്രയും വർഷക്കാലം സംഘടനയുടെ നേതൃത്വത്തിന്റെ ഭാഗമായി നിന്ന് ആത്മാർത്ഥതയോടെ ധീരതയോടെ സജീവതയോടെ പ്രവർത്തിക്കാൻ കഴിഞ്ഞ വ്യക്തിത്വങ്ങളെ സംഘടനയിൽ ഉണ്ടോയെന്ന് ചോദിച്ചാൽ കുറവാണ് എന്ന് തന്നെ ഞാൻ അടിവരയിട്ട് പറയുകയാണ്. അതുകൊണ്ട് താങ്കളുടെ സർവീസ്, താങ്കളുടെ സംഘടനയോടുള്ള ആത്മാർത്ഥത ഞങ്ങൾ ആദരവോട് കൂടി തന്നെയാണ് ഓർക്കുന്നത്. താങ്കൾക്ക് അതിനെ അഭിമാനിക്കാം. ഞങ്ങൾ താങ്കളെ അഭിമാനത്തോടു കൂടി തന്നെയായിരിക്കും ഓർക്കുക. അത്രയും സത്യസന്ധതയും ആത്മാർത്ഥതയും ഈ സംഘടനയോട് കാണിച്ചിട്ടുള്ള ഒരു ധീരനായ സൗമ്യനായ നേതാവാണ് സഖാവ് കെ.എസ്. അതുപോലെ തന്നെ റോളി സൂചിപ്പിച്ച ലിങ്കിന്റെ കാര്യങ്ങൾക്ക് വേണ്ടി അദ്ദേഹം വീട്ടിൽ എത്രത്തോളം സമയം ചെലവഴിച്ചിട്ടുണ്ടെന്നുള്ളത് പക്ഷേ ജയസനിക്ക് അറിയാൻ കഴിയില്ല. അങ്ങനെ ഓരോ പ്രാവശ്യവും ലിങ്ക് കൊടുക്കാൻ പറയുമ്പോൾ ആ ഉത്തരവാദിത്തം നേരെ സോബിയിലേക്കാണ് അടിച്ചേൽപ്പിക്കുക. സോബി അത് ഏറ്റെടുക്കുകയും ചെയ്യും. പല കാലങ്ങളോളം, അതായത് ലിങ്കിൽ ലിങ്ക് വരുന്നതിന് മുമ്പ് നമ്മൾ ആ ലിങ്കിൽ നിന്ന് എന്തെങ്കിലും റെസ്റ്റോ നൈറ്റ് ഓഫോ സൗകര്യങ്ങളോ അനുഭവിച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ എല്ലാം സൃഷ്ടാവ് സോബിയായിരുന്നു എന്നുള്ളത് ഞങ്ങൾ ഓർക്കുന്നു. താങ്കളെ ആദരവോടെ ഓർക്കുന്നു. ആ കാലഘട്ടങ്ങളിൽ വർക്ക് ചെയ്ത എല്ലാ ലിങ്കുകളുടെയും തയ്യാറെടുപ്പുകളുണ്ടായിരുന്നത് സഖാവ് കെ.എസ്. സോബിയാണ്. ടോട്ടൽ ഡിവിഷന്റെ എല്ലാ ഡിപ്പുകളിലും അങ്ങനെയുള്ള ഒരു വ്യക്തിത്വത്തിനും ഉടമയായിരുന്നു. അങ്ങനെ ഒരു മഹത്തായ സംഭാവനയും സോബി നൽകിയിട്ടുണ്ട്. ഒരു സമരത്തെ കുറിച്ച് സൂചിപ്പിക്കുകയുണ്ടായി. ജൂൺ 1-ാം തീയതി ഈ സമരത്തെ കുറിച്ച് ചിന്തിക്കുമ്പോൾ ശരിക്കും പറഞ്ഞാൽ സോബി പോകുന്നത് നഷ്ടം തന്നെയാണ് സംഘടന. യാതൊരു സംശയവും മറ്റാരും പോകുമ്പോഴും അങ്ങനെ പറഞ്ഞിട്ടില്ലെങ്കിൽ ഞാൻ പറഞ്ഞത് മറ്റാരും പോകുമ്പോഴും അങ്ങനെ പറയുന്നില്ലെങ്കിലും ജൂൺ 1-ാം തീയതി നടപ്പിലാക്കാൻ പോകുന്ന തീരുമാനത്തിൽ ഒരുപക്ഷെ കെ പി വർഗീസിന്റെ വലം കൈയായി നിൽക്കുമായിരുന്ന ആ തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുമായിരുന്ന ഒരു വ്യക്തിയായിരുന്നതിന്റെ കേസ് അതിന് സംശയമൊന്നും റിട്ടയറായപ്പോൾ വണ്ടി നിർത്താൻ പറ്റില്ല. അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. ജൂൺ 1-ന്റെ സമരത്തിൽ ഉറച്ചു നിൽക്കുമായിരുന്ന ആ തീരുമാനത്തിൽ കെ പി വർഗീസിന്റെ വലം കൈയായിട്ട് നിൽക്കുമായിരുന്ന ഒരു ഉജ്ജ്വല വ്യക്തിത്വമായിരുന്നു, സമര പോരാളിയാകുമായിരുന്നു കെ.എസ്. സോബി എന്നുള്ളതിന് ഈ വേർപാട് നഷ്ടമാണെന്ന് ഉദ്ദേശിക്കുന്നത് അത് തന്നെയാണ്. അങ്ങനെയുള്ള ധീരമായ വ്യക്തിത്വങ്ങൾ ഉണ്ടാകുമ്പോഴാണ് നേതാക്കന്മാർക്ക് ധീരമായ തീരുമാനങ്ങൾ എടുക്കാൻ കഴിയുന്നതും ധീരമായ നിലപാടുകളിലേക്ക് പോകുവാൻ കഴിയുന്നതും. മറ്റൊരു പ്രത്യേകത അതിൽ കണ്ടിട്ടുള്ളത്, ഏത് വ്യത്യസ്ത സ്വഭാവമുള്ളവരായാലും നമ്മൾ പലരും പല രീതിയിലുള്ള സ്വഭാവമുള്ളവരാണ്. ഏത് വ്യത്യസ്ത സ്വഭാവമുള്ളവരായാലും അവരുടെ വ്യത്യസ്തത തിരിച്ചറിഞ്ഞുകൊണ്ട് അവരെ സമന്വയിപ്പിച്ചു കൊണ്ടുപോകാൻ സാധിക്കുന്നൊരു സവിശേഷതയും സോബിക്കുണ്ട് എന്നുള്ളതാണ്. അപകടം വന്നു കഴിഞ്ഞപ്പോൾ ശരിക്കും പറഞ്ഞാൽ അദ്ദേഹം വളരെയധികം കഷ്ടപ്പെട്ടു എന്നുള്ളതാണ്. അപകടം റോഡിൽ ഒരു വണ്ടി വന്നിടിച്ചു, കാലിന് പരിക്ക് പറ്റി എന്നുള്ളതല്ല. ആ സമയത്ത് അദ്ദേഹത്തിന് അനുഭവിച്ച ശാരീരികവും മാനസികവുമായ ബുദ്ധിമുട്ടുകൾ കുറേയൊക്കെ ഷെയർ ചെയ്തിട്ടുണ്ട്. അദ്ദേഹം ഉപയോഗിച്ച വാക്ക് ഞാൻ കഷ്ടപ്പെട്ടു പോയിരുന്ന വളരെയധികം ബുദ്ധിമുട്ടുണ്ടായി. ഒപ്പം തന്നെ അദ്ദേഹം മറ്റൊരു കാര്യവും പറഞ്ഞു. ഇത്രയേറെ പേര് എന്നെ വിളിച്ച് എന്നോട് എന്താണ് പറ്റിയത്, എവിടം വരെയായി എന്ന് നിരന്തരം അന്വേഷിച്ചുകൊണ്ടുന്നവരുടെ എണ്ണം കണ്ടപ്പോൾ ഞാൻ അത്ഭുതപ്പെട്ടു പോയി എന്നും അദ്ദേഹം പറയുകയുണ്ട്. കെ വിജയന്റെ ഔസ്വാമികന് പോയവരെല്ലാവരും സോബിയുടെ വീട്ടിലേക്ക് പോയി.
അവർ രണ്ടുപേരും വിഷമിച്ചു പോയി എന്നുള്ളതാണ് സത്യം. അവസാനം അന്ന് അർജുനില്ല അവിടെ, രണ്ടുപേരും മാത്രമേ ഉള്ളൂ. ഓരോരുത്തർ വരുമ്പോഴും എണീറ്റ് വരാൻ പറ്റുന്ന ഒരു പരുവത്തിലല്ല സോബി, എങ്കിലും സോബി എണീറ്റ് വന്നു. കാരണം എന്നെ കാണാനാണ് ഇവർ വന്നിരിക്കുന്നത്. വന്നവർക്ക് ചായ വേണം, വെള്ളം വേണമെന്ന് ചോദിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും 100 പ്രാവശ്യം ജയശ്രീ നടന്നു എന്നാണ് പറഞ്ഞത്. അത്രയും ബുദ്ധിമുട്ടുകൾ ഉണ്ടായി. പക്ഷെ അദ്ദേഹം തിരിച്ചു പോയി. ചില സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാതെയും പോയി. അദ്ദേഹം ഒരു ലോക്കോയിൽ നിന്ന് ഒരു മാളിയിൽ ഇറങ്ങുന്ന ഒരു ചിത്രം എടുക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ടായി. ഞാൻ അദ്ദേഹത്തോട് പലവട്ടം സൂചിപ്പിച്ചു. അവസാനം കൊണ്ട് ഇനി അത് നടത്തിയത് എന്ന് പറഞ്ഞു. പക്ഷേ അത് ഇനിയും എപ്പോഴെങ്കിലും ആ സ്വപ്നം തലരാജ് സാക്ഷാത്കരിച്ച് കൊടുക്കുമെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. എങ്കിലും താങ്കളുടെ നഷ്ടം ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ഞാൻ സങ്കടയിൽ ഉണ്ടാവുമെന്ന് പറഞ്ഞാലും ഏതൊരവസ്ഥയ്ക്ക് താങ്കളുടെ ഒരുപാട് ഒരു നഷ്ടം തരും. കാരണം താങ്കളെ പോലെയുള്ളവരെ ഉണ്ടായിരുന്നുവെങ്കിൽ നമ്മൾ ആഗ്രഹിക്കില്ല. ഇപ്പോൾ അദ്ദേഹം എൻ്റെ അടുത്തുണ്ടായിരുന്നെങ്കിൽ, അദ്ദേഹത്തോട് 2 വാക്ക് സംസാരിക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ, അദ്ദേഹത്തിന്റെ കയ്യിലൊരു ക്ഷയിക്കാൻ കൊടുക്കാൻ കഴിഞ്ഞിരുന്നെങ്കിലെന്ന് നമ്മൾ ആഗ്രഹിക്കുന്ന അപൂർവ നിമിഷങ്ങൾ ജീവിതത്തിലുണ്ടാകും. ഒപ്പമുണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്ന വ്യക്തിത്വങ്ങൾ. അങ്ങനെ സംഘടന ഒപ്പമുണ്ടാകണമെന്ന്, സർവീസിൽ ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തി അതായത് 1 വർഷം 2 മാസം മുമ്പേ പോകുകയാണ്. അദ്ദേഹത്തിന് ചീഫ് ലോക്കോ ഇൻസ്പെക്ടറായിട്ട് മറ്റു പദവികളിലൊക്കെ വർഷങ്ങൾക്ക് മുമ്പ് പോകാമായിരുന്നു. അതിനുള്ള അറിവുണ്ട്, അതിനുള്ള പക്വതയുണ്ട്. അങ്ങനെ പോയാൽ തന്നെ തലവേദന യാതൊന്നുമില്ലാത്ത. പക്ഷെ അദ്ദേഹം പോരിട്ടായി പ്രാർത്ഥന ഞങ്ങൾ സൂക്ഷിക്കുക, ഈ സംഘടന സൂക്ഷിക്കുക. ഞങ്ങളുടെ സ്നേഹം എന്ന് പറയുന്നത് ഉപകാരങ്ങളിലൂടെയാണ്. താങ്കൾ തനിച്ചിരിക്കുമ്പോൾ, താങ്കൾ ജയശ്രീയുടെ അടുത്തിരിക്കുമ്പോൾ, താങ്കൾ ഇരിക്കുമ്പോൾ, ഞങ്ങളെ കുറിച്ച് ഓർക്കുമ്പോൾ ഞങ്ങളെ താങ്കൾ ഓർക്കേണ്ട, പകരം താങ്കളെ ഞങ്ങൾ ഓർക്കുകൊണ്ടിരിക്കും. ഓഫീസിൽ വരുന്ന ഓരോ വ്യക്തിത്വങ്ങളും സഭ നടത്തുന്ന ഓരോ പരിപാടികളിലും താങ്കളെ ആദരവോടെ സ്നേഹത്തോടെ പ്രിയപ്പെട്ടതായിട്ട് നെഞ്ചിലേറ്റുവാങ്ങി ഞങ്ങൾ ഓർക്കുമെന്ന് ആശംസിച്ചുകൊണ്ട് താങ്കൾക്ക് ഇനിയും ഈ ശാരീരിക ബുദ്ധിമുട്ടുകളെല്ലാം പരിപൂർണമായിട്ട് മാറി പഴയ പോലെ ഓടി നടക്കുന്ന ഉജ്ജ്വലമായ ആരോഗ്യമുള്ള ഒരു വ്യക്തിത്വമായിട്ട് താങ്കൾ 10 പതിറ്റാണ്ടുകൾ ജീവിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ എന്റെ വാർത്തകൾ അവസാനിപ്പിക്കുന്നു. ഡിവിഷണൽ കമ്മിറ്റിക്ക് വേണ്ടി സോമചേരനെ ഷാളണിയിച്ച് ആദരിക്കുന്നതിന് വേണ്ടി ഡിവിഷണൽ ട്രഷറർ സഖാവ് NN ഗിരീഷിനെ ക്ഷണിക്കുന്നു. സഖാവ് NN ഗിരീഷ് കുമാർ. എറണാകുളം ബ്രാഞ്ച് കമ്മിറ്റിക്ക് വേണ്ടി ERS ബ്രാഞ്ചിന്റെ ഉപഹാരം നൽകുന്നതിന് വേണ്ടി സഖാവ് CS സുജിത്, ബ്രാഞ്ച് ഓർഗനൈസിംഗ്. സുജിത്ത് ബാക്കിലേക്ക്. കൊല്ലം ബ്രാഞ്ചിന് വേണ്ടി ഷാളണിച്ച് ആദരിക്കുന്നതിന് വേണ്ടി കൊല്ലം ബ്രാഞ്ചിന്റെ ഉപഹാരം നൽകുന്നതിന് വേണ്ടി സഖാവ് K രാജീവ്. ട്രിവാൻഡ്രം ബ്രാഞ്ചിന് വേണ്ടി പെൻഷൻ ഗ്രീവൻസ് സെല്ലിന് വേണ്ടി ഷാളണിച്ച് ആദരിക്കുന്നതിന് വേണ്ടി
യോഗത്തിന്റെ ഉദ്ദേശം നമുക്കറിയാം. നമ്മുടെ പ്രിയപ്പെട്ട സോബിചേട്ടന് യാത്രയപ്പ് സമ്മേളനം നടത്തുക എന്നുള്ളതാണ്. അതിന്റെ ചടങ്ങുകളുടെ ഏതാണ്ട് പാതിഭാഗമായി. പ്രധാനമായിട്ടും ഞാൻ അദ്ദേഹത്തിന് ആശംസകൾ അർപ്പിക്കുന്നതിനോടൊപ്പം വേറൊരു കാര്യം കൂടെ ഒന്ന് നമ്മുടെ സഹപ്രവർത്തകരെ ഇൻഫോർം ചെയ്യാൻ വേണ്ടിയാണ്. നമ്മൾ എല്ലാവരും ഒരുപാട് നാളുകളായി കാത്തിരിക്കുന്ന ഒരു കുടുംബസംഗമം പരിപാടി നമ്മൾ ഏപ്രിൽ 18 തീരുമാനിച്ചിരുന്നു. നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ നമ്മുടെ ഒരു പ്രിയപ്പെട്ട സഹപ്രവർത്തകരുടെ ദേഹവിയോഗം മൂലം അത് മാറ്റിവെക്കുകയാണ് ഉണ്ടായത്. മാറ്റിവെക്കാനുണ്ടായ സാഹചര്യം നമുക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട്. നമ്മൾ ഈ സകുടുംബ പരിപാടിയായിട്ട് നമ്മൾ ദീർഘദൂരം നമ്മൾ സഞ്ചരിച്ചു കഴിഞ്ഞിരുന്നു. പിന്നെ അത് ഈ കുടുംബസംഗമം ദീർഘകാലത്തേക്ക് മാറ്റിവെക്കുന്നതും ചില പ്രശ്നങ്ങളുണ്ടാകും. അതുകൊണ്ട് നമ്മളത് അദ്ദേഹത്തിന്റെ കുടുംബത്തിന്റെ കൂടെ സമ്മതത്തോടുകൂടി ആ കുടുംബത്തിന്റെ ആ മരണമായി ഭാഗമായുള്ള കുടുംബാനന്തര ചടങ്ങുകൾക്ക് ശേഷം ഏറ്റവും അടുത്ത ദിവസം ഈ സകുടുംബ പരിപാടി നടത്താനായിട്ട് അവരുടെ കൂടെ ഒരു സമ്മതത്തോടുകൂടി ഏപ്രിൽ 22 തിങ്കളാഴ്ച എന്ന് പറയുന്ന ഡേറ്റ് നമ്മൾ സെലക്ട് ചെയ്തിട്ടുണ്ട്. നമ്മുടെ കൂട്ടത്തിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകും. അത് സ്വാഭാവികമാണ്. അങ്ങനെ അഭിപ്രായ വ്യത്യാസങ്ങൾ വരുന്നത് തെറ്റില്ല. നമ്മുടെ കുടുംബത്തിലെ ഒരംഗത്തിന്റെ മരണത്തിന് ശേഷം പെട്ടെന്ന് തന്നെ ഒരു കുടുംബസംഗമം എന്ന് പറയുന്ന ഒരു ആഘോഷ പരിപാടി നടത്തുന്നതിന് ചില ഔചിത്യക്കുറവ് നമ്മുടെ ചില അംഗങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇതെല്ലാം നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് ഇങ്ങനെ ഏപ്രിൽ 18 നടത്താനുള്ള കുടുംബസംഗമ പരിപാടി അദ്ദേഹത്തിന്റെ മരണാനന്തര ചടങ്ങുകൾക്ക് ശേഷമുള്ള അത് മരണാനന്തര ചടങ്ങുകൾ ഏപ്രിൽ 20 തന്നെ തീർന്ന് 2 ദിവസം കൂടെ കഴിഞ്ഞുള്ള ഏപ്രിൽ 22 നമ്മൾ സകുടുംബ പരിപാടി നടത്താനായി തീരുമാനിച്ചിരിക്കുകയാണ്. അദ്ദേഹത്തിന്റെ സുരേഷിന്റെ കുടുംബത്തെ പോയി സംസാരിച്ചു. അവരുടെ കുടുംബാംഗങ്ങളായുള്ള ഒരു പെർമിഷൻ നമുക്ക് തന്നിട്ടുണ്ട്. അങ്ങനെയാണ് ഏപ്രിൽ 22 എന്ന ഡേറ്റ് നമ്മൾ സെലക്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇത് നീ ഇവിടെ ഇല്ലേ? ട്രിവാൻഡ്രം ഡിവിഷനിലെ ആദ്യത്തെ RRB ബാച്ച്, ആ ബാച്ചിലുള്ള മിക്കവാറും എല്ലാവരും എത്തിച്ചേർന്നിട്ടുണ്ട്. അവരുടെ പേരിലുള്ള ഉപഹാരമാണ് ഇപ്പോൾ നൽകുക. ആ ബാച്ചിലായിരുന്നു ഞാനും. നമ്മുടെ കഥാനായകൻ സോബി, ശ്രീമതി സോബി, പേര് പറഞ്ഞു, ശ്രീമതി ജയലാൻസയുടെ സെൻട്രൽ കമ്മിറ്റി സോമൻ, ഗുരുതുല്യനുമായ KS മണി സാറ്, മണി സാറ്, വേദിയിലും സദസ്സിൽ ഇരിക്കുന്ന എൻ്റെ സഹപ്രവർത്തകരെ, സൗഹൃദത്തിന്റെ ഈ പരിപാടിയിൽ KSOB എന്നയാളെ വളരെ ആഴത്തിൽ പരിചയപ്പെടുന്നത് നമ്മുടെ സംഘടനയ്ക്ക് മാത്രം അവകാശപ്പെടുന്ന ഒരു സംഗതിയാണ്. ദേശം വിട്ട് ദേശങ്ങളിലേക്ക് ഒരു ചേക്കൽ നമ്മൾ ഉണ്ടാകും. എല്ലാ വർഷവും നമ്മുടെ നേർച്ച എന്ന പോലെയെങ്കിലും ഒരു ദേശീയ പരിപാടി ഡൽഹിയിലോ
ഞാൻ സംഘടനയിൽ ചേരുന്ന കാലം ഒരു കാണുന്ന ഒരു കാര്യമാണ്. 30 വർഷക്കാലം ഞാൻ റെയിൽവേയിൽ ഉണ്ടായിരുന്നു. അപ്പോ ചേർന്ന കാലം മുതൽ ഒരു വർഷം പോലും മുടങ്ങാതെ ഡൽഹിയിൽ ഒരു പരിപാടി നടത്താത്ത ഒരു സംഘടനയല്ല നമ്മൾ. എല്ലാ വർഷങ്ങളിലും ഒരു പരിപാടി നടത്തും. അങ്ങനെ ഒരു പരിപാടി വെച്ചാണ് സോബിയെയും കുടുംബത്തെയും പരിചയപ്പെടുന്നത്. ഈ ഡൽഹി യാത്രയ്ക്കുന്ന ഒരു പ്രത്യേകതയുണ്ട്. കേരള എക്സ്പ്രസിന്റെ AC കമ്പാർട്ട്മെന്റിൽ പരസ്പരം സംവദിച്ചും സന്തോഷങ്ങൾ പങ്കിട്ടും തമാശ പറഞ്ഞും പൊട്ടിച്ചിരിച്ചും അങ്ങോട്ടൊരു യാത്ര. ഇന്നിപ്പോ യാത്രയൊക്കെ ശുഷ്കമായി. കഴിയുന്നിടത്തോളം ആൾക്കാർ റെയിൽവേയിൽ യാത്ര ചെയ്യാതെ. കാരണം ഏറ്റവും കൂടുതൽ റെയിൽവേയിൽ യാത്ര ചെയ്യാത്ത ആൾക്കാർ റെയിൽവേ തൊഴിലാളികളായി മാറിയിരുന്നു. ഞാൻ റെയിൽവേയിൽ ചെയ്യുന്ന സമയത്ത് കിട്ടിക്കൊണ്ടിരുന്ന പാസ് ഒരു പാസ്സാണ്. അത് ഞാനതൊരു മീറ്റിംഗ് പറഞ്ഞിട്ടുണ്ട്. അത് ഈ എന്താ പറയുന്നേ, പൊന്നിൽ എഴുതി വെച്ച ഒരു പാസ് പോലെ ഈ 4 മാസത്തിന് ഇതിനെ കൊണ്ട് അടക്കേണ്ട ഒരു കഷ്ടപ്പാടുണ്ട്. ഇപ്പൊ ഇന്ന് ആർക്കും പാസ്സാകുന്നില്ല, ഞങ്ങൾക്കൊക്കെ ഉള്ളൂ. മിടുക്കന്മാരാണ് ഞങ്ങളൊക്കെ. നേരത്തെ തന്നെ വിയാസ കൊടുത്തു പോയുള്ളൂ. ഞങ്ങൾക്ക് ഈ പേപ്പർ കാണാൻ ഉള്ള ഭാഗ്യം ഇപ്പോൾ. പുതിയ തലമുറയ്ക്ക് ഞാൻ പറയുമ്പോൾ തെറ്റിദ്ധരിക്കരുത്. പുതുതായിട്ട് വരുന്ന ആളുകൾ, ഇപ്പൊ ഞാൻ പലപ്പോഴും സംസാരിക്കുമ്പോൾ പലരും പറയുന്നത് കോട്ടയത്ത് നിന്നൊക്കെ ഇങ്ങോട്ട് വരാൻ വേണ്ടി സീസൺ ടിക്കറ്റ് എടുത്ത് വരുന്ന റെയിൽവേ തൊഴിലാളികളായി മാറി. പണ്ടൊക്കെ അഹങ്കാരത്തോടെ തന്നെ ഏതെങ്കിലും ഒരു കിച്ച് കോച്ചിൽ കയറിയിരുന്ന് TT ചോദിക്കാൻ വരുമ്പോൾ പാസ്സാണോ എന്ന് പറഞ്ഞ് ധൈര്യപൂർവ്വം നെഞ്ചു നിവർത്തുന്ന ആൾക്കാർ ഇടയ്ക്കൊക്കെ ഞങ്ങളൊക്കെ ഒരു കള്ളവണ്ടി കയറാൻ വേണ്ടി ലോക്കോയിൽ കയറും. ഇപ്പൊ അവിടെ ആരായി സ്ക്രീനിങ് കമ്മിറ്റി വെച്ചിട്ടുണ്ട്. ഫോണുകൾ ഇതായി, ക്യാമറകളായി. നമ്മൾ എവിടുന്നോ ഇങ്ങോട്ടൊക്കെ പോയത് സോബിയെ പരിചയപ്പെടുന്ന ഇതുപോലൊരു യാത്രയിലാണ്. സംഘടനയുടെ ട്രഷററായിട്ട് നമ്മുടെ ഇന്നത്തെ പ്രിയതാരം സോമചേട്ടനും ശ്രീമതിയും വേദിയിലിരിക്കുന്ന LRSയുടെ വേദിയിൽ സംസാരിക്കുന്ന തൊഴിലാളി സുഹൃത്തുക്കളെ ഏതാണ്ട് 15 മാസക്കാലം ബാക്കി നിൽക്കെ സോമചേട്ടൻ BRSയിലേക്ക് കടക്കുകയാണ്. കടന്ന തീരുമാനത്തെ ആദ്യം തന്നെ സ്വാഗതം ചെയ്യുകയാണ്. നമുക്കറിയാം, വളരെ അടുത്ത നാളുകളിൽ സംഭവിച്ച ഒരു ആക്സിഡന്റിന്റെ ഭാഗമായിയാണ് സജാവ് തീരുമാനത്തിലേക്ക് എത്തിച്ചേർന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. സോബിച്ചേട്ടനെ കുറിച്ച് പറയുമ്പോൾ LRS എന്ന സംഘടന അതിൽ ജോലി ചെയ്യുമ്പോൾ നമ്മുടെ എൻ്റെ പ്രവർത്തകരായി മാറുക എന്നുള്ളത് ലോക്കൽ റണ്ണിംഗ് സ്റ്റാഫിനെ സംബന്ധിച്ചിടത്തോളം ജോലിയോടൊപ്പം സംഘടനാ പ്രവർത്തനം നടത്തിക്കൊണ്ട് പോകുക എന്നുള്ളത് വളരെ സഹായമായ ജോലിയാണ്. ഞാൻ വർക്ക് ചെയ്യുന്നത് ഒരു പോലീസുകാരായാണ്. ഞാനിവിടെ ഏറ്റവും അടുത്ത് അറിയുന്ന ഒരു ഡിപ്പാർട്ട്മെന്റിൽ വർക്ക് ചെയ്യുന്ന ഒരാൾ കൂടിയാണ്. പക്ഷെ എൻ്റെ ജോലിയുടെ സംബന്ധമായി അല്ലാതെ തന്നെയും പോലീസുമാരായിട്ട് ഏറ്റവും അടുത്ത് വർക്ക് ചെയ്യാൻ അവസരം കിട്ടുന്ന ആളുകളാണ് ഈ നമ്മൾ ഈ 2 കൂട്ടരും. അപ്പോൾ അവരുടെ വർക്കിംഗ് രീതിയും അല്ലെങ്കിൽ അവർക്ക് എങ്ങനെയാണ് ഈ ജോലി കഴിഞ്ഞതിന് ശേഷം ഒരു സംഘടനാ പ്രവർത്തനം എന്നുള്ളതിനെ കുറിച്ച് ആലോചിക്കാൻ എങ്ങനെ കഴിയുന്നു എന്ന് ഞാൻ ആലോചിക്കുന്നു. പ്രോട്ടോകോളൊക്കെ ലഭിച്ച് LWAയുടെ ഒരു ഭാരവാഹി ഇവിടെ വന്ന് ഇപ്പോൾ സോബിച്ചേട്ടൻ്റെ റിട്ടയർമെന്റ് സംസാരിക്കാൻ കാരണം LWA പറയുന്ന ആശയം 2001 കൊല്ലത്ത് സ്റ്റാർട്ട് ചെയ്യും. പിന്നീട് അത് 2004-ഓടുകൂടിയൊക്കെ നമ്മുടെ എറണാകുളമായിട്ട് ഇപ്പോൾ ഇത് മെട്രോയുടെ ഡിപ്പോയിട്ട് എറണാകുളം മാറിയപ്പോൾ അവിടെയുള്ള അംഗങ്ങളെ ഈ LWA എന്ന് പറയുന്ന ലോക്കൽ വെൽഫെയർ അസോസിയേഷൻ LRSയുടെ ഒരു സാമ്പത്തിക സഹായ സംവിധാനത്തിലേക്ക് ഒരു യൂണിറ്റ് ആയിട്ട് സ്റ്റാർട്ട് ചെയ്യും. ഇതുകൊണ്ട് KVJ ചേട്ടനും KSOB ചേട്ടനും ഉള്ളവരും അങ്ങനെയുള്ളവരെല്ലാവരും കൂടെ ചേർന്ന് ആരംഭിച്ച ആ LWA ഇന്ന് 500 പരം അംഗങ്ങളുള്ള ഒരു മഹാപ്രസ്ഥാനമായി മാറിക്കഴിഞ്ഞു. കൃത്യമായ കണക്കുകളൊന്നുമില്ല. ഇങ്ങനെ എൻ്റെ ഒരു ഏകദേശ ഊഹം അതാണ്ട് ഈ 24 വർഷം കൊണ്ട് 1 കോടിയോളം രൂപ നമ്മുടെ അംഗങ്ങൾക്ക് സാമ്പത്തിക സഹായം അത് ചെയ്തിട്ടുണ്ട്. കൃത്യമായ കണക്കൊന്നുമല്ല, 1 കോടി കൂടുതലാവാം. ഇന്ന് ഈ സോബിച്ചേട്ടനൊക്കെ അടക്കമുള്ളവരുടെ സത്യസന്ധത, സാമ്പത്തികമായ രീതിയിലുള്ള സത്യസന്ധതയാണ് അതിന്റെ പ്രധാന മൂലധനം. ആ പ്രസ്ഥാനം വളർന്നു വലുതായി ഇന്ന് ഈ നിലയിലെത്തിയത്.
ദേശാഭിഷേകം തുടങ്ങിയ ഗ്രൂപ്പിൽ ഇപ്പൊ ഇവിടെ ഇരിക്കുന്ന നമ്മുടെ ദീപാടം കണ്ണായിരുന്നു, എം ഡി ശശികുമാർ സാറ്, ജ്യോതി സാറൊക്കെ ഉണ്ടായിരുന്നു. ഇത് വലിയ ബാച്ചായിരുന്നു. അവരൊക്കെ പിന്നെ എല്ലാം പോയി റിട്ടയറൊക്കെ ആയി ചെയ്യുന്നതോടെ ഓരോരുത്തരും മാറി പുതിയ പുതിയ അംഗങ്ങളായി ഞാൻ ഉൾപ്പെടെ ഉള്ളവരായി വന്നു. ഞാൻ ലീഡറായി. അപ്പോഴും അദ്ദേഹം അതിനകത്ത് അംഗമായി തോന്നുന്നു. അപ്പൊ എന്തായാലും ആ പ്രസ്ഥാനത്തിലൊക്കെ വളർന്ന് വലുതായതിനും അദ്ദേഹത്തിന്റെ സംഭാവനയെ നന്ദിയോടെ സ്മരിക്കുന്നു എന്ന് മാത്രമല്ല, ഇതിപ്പോ നമുക്കറിയാം 4 ദിവസം മുമ്പ് നമ്മുടെ ഒരു അംഗം സുരേഷ് മരണപ്പെട്ടു. ഈ പ്രോഗ്രാം കഴിഞ്ഞതിന് ശേഷം അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് പോയി അദ്ദേഹത്തിന് കുടുംബത്തിന് സാമ്പത്തിക സഹായമായ 4 ലക്ഷം രൂപ കൊടുക്കാവുന്ന അവസ്ഥയിലേക്ക് ഈ LWA എത്തിച്ചതിൽ അദ്ദേഹത്തിനോടൊപ്പം ഉണ്ടായിരുന്ന സഹപ്രവർത്തകരെ സംഭാവനകളെ നന്ദിയോടെ സ്മരിക്കുന്നു. നന്ദി. വളരെ പ്രത്യക്ഷമായിട്ട് ചില ഈ അപകടങ്ങളും ഇതിൻ്റെയൊക്കെ ഭാഗമായിട്ടാണ് ഓരോരുത്തരും നമ്മുടെ സർവീസിൽ നിന്ന് റിട്ടയറായിക്കൊണ്ടിരിക്കുന്നത്. 60 വയസ്സ് തികച്ച് ലോക്കോ റണ്ണിംഗ് സ്റ്റാഫ് ഹെൽത്ത് ഏവൻ ഫിറ്റ് നിന്നുകൊണ്ട് റിട്ടയർ ചെയ്യുന്ന സാഹചര്യം കുറഞ്ഞു വരികയാണ്. ഇത് യാതൊരു കുഴപ്പമില്ലാതെ നമ്മുടെ KSOB വെറുതെ ഒരു വഴി ക്രോസ് കടന്നപ്പം സ്കൂട്ടറുകാരൻ വന്ന പിള്ളേരിച്ച അവസാനം ഒരു കാലിന് ഒടിവ് സംഭവിക്കുന്ന സാഹചര്യത്തിലെത്തി. നമുക്കറിയാവുന്ന ഏവൻ ഫിറ്റ് നമുക്ക് മെഡിക്കലി ഈ പറയുന്ന കാലിൻ്റെ ആയാലും എന്ത് പ്രശ്നമായാലും ഒരിക്കലും ഫിറ്റ് വരികയാത്ത സാഹചര്യത്തിലാണ് ഇപ്പോൾ. മറ്റേത് ജീവനക്കാരനും എന്ന് പറഞ്ഞാൽ നമ്മുടെ ആവശ്യമുള്ള ഏത് ജീവനക്കാരനും ഇപ്പൊ ബൈപ്പാസ് കഴിഞ്ഞവർക്ക് പോലും കൂടെ റെയിൽവേ വർക്ക് ചെയ്യാനുള്ള സാഹചര്യം രക്ഷമാർക്കായാലും ഗാർഡ്മാർക്ക് വരെ കൊടുക്കുന്നു. പക്ഷെ നമ്മളെ സംബന്ധിച്ച് മെഡിക്കലി അഡ്മിറ്റ് തന്നെയാണ്. മെഡിക്കലി അഡ്മിറ്റ് ആയ അതേ ഗ്രേഡ് കൊടുക്കുന്നുണ്ടോ ഇല്ലെന്നുള്ള അവസ്ഥ. ലോക്കൽ റണ്ണിംഗ് സ്റ്റാഫ് മെഡിക്കലി അഡ്മിറ്റ് ആയാൽ പിന്നെ കൊടുക്കുന്നത് കോൾബോയ് തൊട്ടുള്ള ഗ്രേഡിലേക്കാണ് ഒരു കാലത്ത് കൊടുത്തത്. വളരെ അജിറ്റേഷൻ നടത്തിയാണ് നമ്മൾ മാറി വന്നത്. അപ്പൊ തന്നെ ഇവരുടെ ബാച്ചിൽ തന്നെ നമുക്കറിയാം മാട്രിക്കാളിലെ ഉണ്ണികൃഷ്ണൻ ഏറ്റവും ആദ്യം നമ്മുടെ ഡിപ്ലോമ ബാച്ചിൽ ആദ്യ കാലങ്ങളിൽ ANP ആയിരിക്കും. ഇപ്പം നമുക്ക് മെഡിക്കലി അൺഫിറ്റായി കണ്ണിന് ഏറുകൊണ്ട് മെഡിക്കലി അൺഫിറ്റായ ചരിത്രമുണ്ടായി. അന്ന് നമ്മൾ സമരങ്ങൾ നടത്തി അജിറ്റേഷൻ നടത്തിയതിന്റെ ഫലമാണ് 1200 എന്നുള്ള സീനിയർ ക്ലർക്ക് പോസ്റ്റിലേക്ക് അന്ന് ANP പോസ്റ്റ് ചെയ്തത്. പിന്നെ ഇപ്പം നമുക്ക് LP-മാരായാലും ANP ആയാലും റിട്ടയർഡ് ആയാലും അതിന് ഈക്വലന്റ് 30% കൂട്ടിയുള്ള ഗ്രേഡ് പേ ഫിക്സ് ചെയ്തുള്ള ഒരു ആനുകൂല്യം തരികയില്ലാത്ത രീതിയിലുള്ള ഓർഡറുകളും കാര്യങ്ങളും നടന്നുകൊണ്ടിരുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ റെയിൽവേ ലോക്കൽ റണ്ണിംഗ് സ്റ്റാഫ് ഒന്നടങ്കം മെഡിക്കലി അൺഫിറ്റ് ആവുന്നവര് ഓട്ടോമാറ്റിക്കലി VR കൊടുത്ത് പോകുന്ന ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ ഉള്ളത്. ഏലാർസയുടെ സമരമുഖങ്ങളിലെ രീതിയിലും സദസ്സുകളുടെ വിശേഷിക്കുന്ന പിന്നെ ഒഫീഷ്യൽസ് പിന്നെ ശോഭിച്ചേട്ടൻ്റെ ഫ്രണ്ട്സ് കൊളീഗ്സ്. ഞാൻ ഡോക്ടർ ശോഭിച്ച റെഡ്ഡി ഇപ്പോൾ പറഞ്ഞ മാതിരി സിസ്റ്ററിലോ ആണ്. സിസ്റ്ററിലോ എൻ്റെ ചേട്ടൻ തന്നെയാണ്. ഇന്നിപ്പോൾ ചേട്ടൻ റിട്ടയർ ആവാണ്. എനിക്ക് ഓർമ്മ വെച്ച നാട് മുഴുവൻ ചേട്ടൻ ലോക്കോ പൈലറ്റാണ്. വീണ്ടും 38 വർഷം സർവീസ് ഉണ്ട്. അപ്പം ഈ 38 വർഷമായിട്ട് ചേട്ടൻ എന്താ പറയുക ഈ റെയിൽവേയും അടുത്ത ഷിഫ്റ്റും ജോലിയൊക്കെ ചേട്ടൻ്റെ ജോലിയുടെ ഭാഗമാണ്. അപ്പോൾ ഇതെല്ലാം ഇതിലൊക്കെ വിട്ടിട്ട് ഇപ്പോൾ റിട്ടയർമെന്റ് ആവുമ്പോൾ ചേട്ടൻ അതെങ്ങനെ ഉൾക്കൊള്ളുമെന്ന് എനിക്കറിയില്ല. കാരണം അത്രയ്ക്ക് ഇഷ്ടമാണ് ചേട്ടൻ്റെ ജോലി, അവിടുത്തെ ആൾക്കാരെ, ഫ്രണ്ട്സിനെ ഒക്കെ. അപ്പം അല്ലെങ്കിൽ തന്നെ റിട്ടയർമെന്റ് ഇസ് നോട്ട് ഇറ്റ്സ് ദി ബിഗിനിങ് ഓഫ് ന്യൂ ഫേസ് എന്നാണ് പറയുന്നത്. അപ്പോൾ അത് ചേട്ടൻ അത് ഉൾക്കൊള്ളുമെന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ എല്ലാവരുടെ എനിക്കൊരു കാര്യം പറയുള്ളൂ, ചേട്ടൻ ജോലിനെ റിട്ടയർ ചെയ്യുമ്പോഴും നിങ്ങളുടെ സൗഹൃദത്തിലും ഓർമ്മകളിലും അതുപോലെ ആഘോഷങ്ങളിലും ചേട്ടനെ കൂടെ കൂട്ടണം. അപ്പോൾ എല്ലാവർക്കും ഇതുവരെ ചേട്ടന് കൊടുത്ത എല്ലാ സഹായങ്ങൾക്കും നന്ദി പറഞ്ഞുകൊണ്ട് നിൽക്കുന്നു. താങ്ക് യു. മ്യൂസിക്കില്ലെന്ന് മനസ്സിലായി.
ഹിന്ദി പാട്ടാണ്. മ്യൂസിക് ഉണ്ടായാലും അതിനൊരു ഉഷാറാവും. രണ്ടാമത് ചെയ്യേണ്ടി വരും. വൈസ് പ്രസിഡന്റ് എം.എം. ഇന്നത്തെ വിശ്വാദി KS സോബി, ജയശ്രീ, അർജുൻ, വിസ്മയ, അതുപോലെ തന്നെ സോബിയുടെ ബ്രദർ ഷാജി വന്നിട്ടുണ്ട്. ജയശ്രീയുടെ അനിയത്തി ശോഭയുടെ മകളുണ്ട്. സോബി ഫാമിലി എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഞാനും എൻ്റെ വൈഫിന്റെ കുടുംബം അവരുടെ ഫാമിലി അംഗങ്ങളാണ്. സോബിയുടെ ഒന്നിച്ച് പോളിയിൽ പഠിച്ചിരുന്നു, ഒന്നിച്ച് ഡിപ്ലോമ കഴിഞ്ഞാണ്. പക്ഷെ നമ്മുടെ പോളി കാലഘട്ടത്തിലെപ്പോഴും നമ്മള് കാലഘട്ടത്തിൽ നമ്മളിരിക്കുന്നത് ആർപ്പറ്റി കോടലായതുകൊണ്ട് സോബി അന്ന് അത്ര വലിയ സോബിയെ പിന്നീട് ലക്ഷണം കൂടുതൽ പരിചയപ്പെടുന്നതും അതിനാണ് സോബിയുടെ വീട്ടിലുള്ള ഏത് ഫംഗ്ഷനും ഞാനും കുടുംബമുണ്ട്. ഇപ്പോൾ ചാലക്കുടിയിൽ ഞാൻ വീട് വാങ്ങാൻ തന്നെ കാരണം സ്ഥലം വാങ്ങുന്ന സോബിയാണ്. അത് സോബിയുടെ സ്ഥലം വാങ്ങിച്ചേർക്കുക. സോബി കുടുംബം എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ വീട്ടിൽ അങ്ങനത്തെ പോലെ എല്ലാ അർത്ഥത്തിലും. അതുകൊണ്ട് ഇവിടെ എല്ലാവരും പറഞ്ഞു കഴിഞ്ഞാൽ സോബിയുടെ ലീഡർഷിപ്പിനെ പറ്റിയിട്ട് എനിക്ക് വളരെ ഫ്രണ്ട്ഷിപ്പിനെ പറ്റിയാണ്. കാരണം സോബിയായിട്ടുള്ള വർഷങ്ങളായിട്ട് ബന്ധം 1980 തുടങ്ങി ബോഡിയിലും റെയിൽവേയിൽ 80 തുടങ്ങിയ റെയിൽവേ ജീവിതത്തിലും സംഘടനയിലും അതുപോലെ തന്നെ ഏത് വിഷയത്തിലും ഞങ്ങൾ ഒന്നിച്ചപ്പോ സോബിയുടെ ഫാമിലി ജയശ്രീ ആയാലും അല്ലെങ്കിൽ രാജി ആയാലും എല്ലാവരും ഷാജി ആയാലും ശീലചേച്ചി ആയാലും എല്ലാവരും അവരെ അങ്ങനത്തെ പോലെയാണ് എന്നെ ഫാമിലിയും കാണുന്നത്. അതുകൊണ്ട് കൂടുതൽ സമയം വഹിക്കുന്നില്ല. ഒരുപാട് ലേറ്റായി. ഇതുവഴി വൈകിട്ട് സോബിയുടെ വീട്ടിലേക്ക് പോകേണ്ടതുണ്ട്. സോബിക്ക് കുടുംബത്തിനും എല്ലാവിധ ഈ കൂടുതലും ഹാപ്പി ഫാമിലി ഞാൻ കണ്ടിട്ടില്ല. വളരെ സന്തോഷമായ ജീവിതം. മക്കളായാലും അതെ അർജുൻ, അതുപോലെ തന്നെ വിസ്മയ, ഞങ്ങളുടെ മക്കളാണ്. എന്നെ ഞങ്ങളെപ്പോഴും വീട്ടിൽ നിന്നാണ് എപ്പോഴും ഇരുന്നത്. അത്രയും അടുപ്പമുള്ള ഫാമിലിയാണ്. അതുകൊണ്ട് ഒരു വളരെ നല്ല ഒരു റിട്ടയർമെന്റ് ലൈഫ് നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി. അധ്യക്ഷൻ, സംഘടനയുടെ സമുന്നതരായ നേതാക്കൾ, ഇന്നത്തെ നമ്മുടെ മുഖ്യാതിഥി സോബി, ജയ, സോബിയുടെ കുടുംബാംഗങ്ങൾ, ഇന്ന് ഇവിടെ വരാൻ സാധിക്കും എന്നുള്ളത് എനിക്കൊരു സംശയമായിരുന്നു. പക്ഷേ പ്രിയപ്പെട്ട സോബിയുടെ റിട്ടയർമെന്റ് ഫംഗ്ഷന്
വളരെ ആഗ്രഹത്തോടെ ഞാൻ കാത്തിരുന്നതാണ്. എനിക്കും ഞങ്ങളുടെ ബാച്ചിന്റെ ഒരു റെപ്രസെന്റേറ്റീവ് കൂടെ ആയിട്ടാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത്. ഞങ്ങള് 1986 ഓഗസ്റ്റ് 7-ാം തീയതിയാണ് ഞങ്ങൾ റെയിൽവേയിൽ കയറുന്നത്. എനിക്ക് തോന്നുന്നത് 19 മുതൽ 21 വയസ്സ് വരെ 21-22 വയസ്സ് വരെയുള്ള ഒരു കൊച്ചു പിള്ളേരുടെ ഒരു ബാച്ച്. റെയിൽവേ എന്താണെന്ന് അറിയത്തില്ല, ഈസ്റ്റ് വെസ്റ്റിന്റെ ജോലി എന്താണെന്ന് പോലും അറിയാൻ മേലാത്ത ഒരു കുറെ കുഞ്ഞു പിള്ളേർ ട്രെയിനിങ് എന്ന് പറഞ്ഞ ട്രിച്ചിയിൽ പോയി കിടന്നു. അവിടെ അന്ന് മുതൽ വളരെയധികം ബുദ്ധിമുട്ട് നിറഞ്ഞ സമയങ്ങളാണ് പിന്നിക്കൊണ്ട് കടന്നുപോയത്. കാരണം ഡിപ്ലോമ ബാച്ച് കയറി വന്ന സമയത്ത് ഒത്തിരിയധികം എതിർപ്പുകൾ അതിലൂടെ ഉണ്ടായ ഒരു സമയമാണ്. അതുകൂടാതെ റെയിൽവേയുടെ അഡ്മിനിസ്ട്രേഷന്റെ സൈഡിൽ നിന്നുള്ള കുറെ പീഡനങ്ങൾ അതൊക്കെ ഏറ്റുവാങ്ങേണ്ട സമയം ഉണ്ടായിട്ടുണ്ട്. അതിനെയൊക്കെ സധൈര്യം നേരിട്ട് ഇതുവരെ എത്തിയ ഒരാളാണ് സോബി. എല്ലാ കെയിലാർസയുടെ എല്ലാ പ്രവർത്തനങ്ങളിലും സധൈര്യം മുന്നിൽ നിന്ന് പ്രവർത്തിച്ച ആളുകൾ നമ്മുടെ ഇതിനു മുൻപ് സംസാരിച്ച എല്ലാവരും പറഞ്ഞിട്ടുണ്ട്. വളരെ ശക്തമായിട്ട് തന്നെ അദ്ദേഹത്തിന്റെ നിലപാടുകളുണ്ട്. വളരെ സധൈര്യം പ്രസ്താവിക്കാൻ ഒരു മടിയുമില്ലായിരുന്നു. പറഞ്ഞിട്ട് ഞാനിന്ന് എല്ലാ വേദികളിലും പറയുന്നതാണ്. അതിനോട് അനുകൂലമാകുന്നില്ല. ഷാള് മുതലായ സാധനങ്ങളിൽ പ്രയോജനപ്പെടുന്ന രീതിയിൽ ഇപ്പം പ്രകാശ് പ്രകാശിക്കുന്ന പുസ്തകങ്ങളാണോ പറയുന്നത് അല്ലേ? രീതിയിൽ മനുഷ്യൻ പ്രയോജനപ്രദമാകുന്ന രീതിയിൽ വളരെ നല്ലതായിരുന്നു. ഒരുപാട് സാധനങ്ങൾ അറിയാതെ അതിപ്പോഴുണ്ട് നല്ല രീതിയിൽ പോകുന്നു. എന്തായാലും എല്ലാം നല്ല ആശംസകൾ പരീക്ഷണ കാലഘട്ടത്തിൽ ഒരു സ്ഥിതിയാണ് ഉള്ളത്. നാളെ ഒന്ന് കഴിഞ്ഞു കിട്ടിയാൽ വളരെ ഭാഗ്യം എന്ന് പറയുന്ന ഒരവസ്ഥ. ഇപ്പോൾ സഖാവ് കെ സുരേഷ് സംബന്ധിച്ചിടത്താണെങ്കിൽ അദ്ദേഹം ഹൃദയ സംബന്ധമായ അസുഖത്താലാണ് അദ്ദേഹം അകാലത്തിൽ വിട പറഞ്ഞത്. എന്നാൽ നമ്മൾ കൂടുതൽ കേട്ടിരിക്കുന്നത് ഈ ഹൃദയ സംബന്ധമായ അസുഖങ്ങൾ എന്ന് പറയുന്നത് ജീവിതശൈലി കൊണ്ടുണ്ടാകാവുന്ന ഒരു രോഗം ആണ്. എന്നാൽ അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഒരു ജീവിതശൈലി രോഗമായിരുന്നില്ല അത്. ഈ റെയിൽവേയിലെ ജോലി കൊണ്ട്, ഈ ലോക്കോ പൈലറ്റ് അല്ലെങ്കിൽ ലോക്കോ റണ്ണിംഗ് സ്റ്റാഫ് എന്ന ജോലി കൊണ്ട് കിട്ടിയ ഒരു അസുഖമായിരുന്നു അദ്ദേഹം. അത്രയധികം സമ്മർദ്ദങ്ങളും ഇപ്പോൾ പറഞ്ഞ ഭീഷണികൾ ഒക്കെ അതിജീവിച്ചാണ് അല്ലെങ്കിൽ അതിനെ നേരിട്ടുകൊണ്ടാണ് ഒരു ലോക്കോ പൈലറ്റ് അല്ലെങ്കിൽ ഒരു അസിസ്റ്റന്റ് ലോക്കോ പൈലറ്റ് ഇത് ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു കാലഘട്ടത്തിൽ ശോഭിച്ചേട്ടന്റെ വിരമിക്കലൊക്കെ തന്നെ അദ്ദേഹത്തിന്റെ പ്രിയ സുഹൃത്ത് തൊട്ട് മുമ്പ് പറഞ്ഞതിൽ നിന്ന് ഞാൻ തുടരുകയാണ്. അദ്ദേഹം പറഞ്ഞു, ഇതൊരു ദൈവത്തിന്റെ നിമിത്തമായിരിക്കും, കുറച്ചു നാള് വിശ്രമിക്കുവാൻ വേണ്ടി ദൈവം തന്നൊരു നിമിത്തമായിരിക്കും എന്ന് പറഞ്ഞത് വളരെ വാസ്തവമാണ്. കാര്യം എന്ന് പറഞ്ഞാൽ എന്നെയൊക്കെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ഞങ്ങളുടെ ഒരു സൂര്യന്റെ തലമുറ കഴിഞ്ഞാൽ അടുത്തൊരു തലമുറ വരുന്നത് ഞങ്ങളുടെ തലമുറയാണ്. ഞങ്ങളുടെയൊക്കെ തലമുറയെ സംബന്ധിച്ചിടത്തോളം എത്ര നാളെ ജോലി തുടരാമെന്നും എങ്ങനെ വിരമിക്കാൻ പറ്റുമെന്നും ഒന്നും എല്ലാം വളരെ അനിശ്ചിതമായ ഒരു കാലഘട്ടമാണ്. ആ രീതിയിലാണ് നമ്മളുടെ ജോലിയിലുണ്ടാകുന്ന ഒരു സമ്മർദ്ദങ്ങളും പ്രശ്നങ്ങളുമൊക്കെ. അപ്പോൾ ആ ഒരു കാലഘട്ടത്തിൽ ശോഭിച്ചേട്ടനെ സംബന്ധിച്ചിടത്തോളം വളരെയധികം എൻജോയ് ചെയ്ത് ജോലി ചെയ്യുന്ന ഒരാളാണ്. ഇപ്പോഴും വളരെ പ്രസന്നനായി
സൗമ്യനായി ഏറെ സന്തോഷത്തോടുകൂടി യാതൊരുവിധ ടെൻഷനും ഇല്ലാതെ കൂടെ പോകുന്നവർക്കും യാതൊരുവിധ ടെൻഷനും കൊടുക്കാതെ ഇന്നലെ സോമിച്ചേട്ടൻ്റെ കൂടെ പോയ ഒരു അസിസ്റ്റന്റ് ലോക പൈലറ്റ് അവർക്ക് യാതൊരുവിധ ടെൻഷനുകളും കൊടുത്തായിട്ട് നമുക്കറിയുന്നില്ല. അത്രയധികം മനോഹരമായി വിസ്മയകരമായി ജോലി ചെയ്തിരുന്ന ഒരു മനുഷ്യൻ, സ്വയം വിരമിക്കാൻ ആഗ്രഹിക്കാതിരുന്ന ഒരു മനുഷ്യൻ, സർവീസ് കാലഘട്ടം പൂർത്തിയാക്കുവാൻ വേണ്ടി ആഗ്രഹിച്ചിരുന്ന ഒരു മനുഷ്യൻ പെട്ടെന്നൊരു ദിവസം വളരെ അപ്രതീക്ഷിതമായി ഒരു അത്യാഹിതം സംഭവിക്കുകയും അതിനെ തുടർന്ന് ജോലിയിൽ പ്രവേശിക്കാൻ പറ്റാത്ത ഒരു അവിചാരിത സാഹചര്യം വരികയും സ്വയം വിരമിക്കൽ എടുക്കുവാൻ നിർബന്ധിതനാകുകയും ചെയ്ത ഒരു സാഹചര്യമാണ്. അതിൽ സോമിച്ചേട്ടൻ ഒട്ടും വിഷമിക്കേണ്ട കാര്യമില്ല. സോമിച്ചേട്ടൻ്റെ പ്രിയ സുഹൃത്ത് പറഞ്ഞതുപോലെ, നമ്മുടെ സംഘടനയുടെ ഇതിനു മുമ്പ് സംസാരിച്ച നേതാക്കന്മാർ പറഞ്ഞതുപോലെ, സോമിച്ചേട്ടന്റെ സേവനം ഇനി റെയിൽവേക്കല്ല ആവശ്യം, ഓൾ ഇന്ത്യ ലോക്കോ ഓർഡിനൻസ് സ്റ്റാഫ് അസോസിയേഷനാണ് സോമിച്ചേട്ടന്റെ സേവനം ഇനി ആവശ്യം. സോമിച്ചേട്ടനെ പോലെ സംഘടനയുടെ എറണാകുളം ബ്രാഞ്ച് പ്രസിഡന്റ്, ബ്രാഞ്ച് ട്രഷറർ, സംഘടനയുടെ സോണൽ ട്രഷറർ തുടങ്ങിയ ബഹുമാന്യ പദവികളിൽ ദീർഘകാലം അലങ്കരിച്ചിരുന്ന നിലവിൽ ബ്രാഞ്ചിന്റെ വർക്കിംഗ് പ്രസിഡന്റ് ആയിരിക്കുന്ന സോമിച്ചേട്ടന്റെ ഇനിയുള്ള ജീവിത കാലഘട്ടം സംഘടനയ്ക്ക് വേണ്ടി ഞങ്ങളെ പോലുള്ള വലിയ വലിയ അനുഭവങ്ങളോ പാരമ്പര്യങ്ങളോ പറയാനില്ലാത്ത നിങ്ങളെ പോലുള്ള പോയ തലമുറയുടെ അനുഭവങ്ങളും നിങ്ങളുടെ പോരാട്ട വീര്യങ്ങളും മാത്രം കൈമുതലായിട്ടുള്ള ഞങ്ങളുടെ തലമുറയ്ക്ക് ഒരു പ്രചോദനമായി, ഒരു വഴികാട്ടിയായി സോമിച്ചേട്ടനെ പോലുള്ളവർ ഇനിയും ഉണ്ടാകും എന്നറിയാം. കരുതൽ ALRCയുടെ നേതാക്കന്മാർക്ക് അതേ സാധിക്കുകയുള്ളൂ. വരും തലമുറയ്ക്ക് വേണ്ടിയും ജീവിതം അതിനുവേണ്ടി കൂടെ തുനിഞ്ഞു വെച്ചിരിക്കുന്നവരാണ് ALRCയുടെ നേതാക്കന്മാർ. സോമിച്ചേട്ടൻ എന്തായാലും ഞങ്ങളുടെ വഴികാട്ടിയായി, മാർഗദർശിയായി ഞങ്ങളോടൊപ്പം ഉണ്ടാകും എന്ന് ഉറപ്പുണ്ട്. അതുകൊണ്ട് തന്നെ സോമിച്ചേട്ടനും അദ്ദേഹത്തിന്റെ പ്രിയപ്പെട്ട കുടുംബത്തിനും ഈ സോമിച്ചേട്ടന്റെ ഈ വിശ്രമവേളയിൽ ആശംസകൾ നേർന്നുകൊണ്ട് ഇനിയും യൂണിയൻ വേദികളിൽ, സംഘടനാ വേദികളിൽ, നമ്മുടെ കുടുംബ വേദികളിൽ നമുക്ക് വീണ്ടും ഒരുമിച്ച് നിന്ന് പോരാടാം, ഒരുമിച്ച് അണിനേരാം എന്നുള്ള ഒരു പ്രതീക്ഷയോടുകൂടി ഒരിക്കൽ കൂടി സോമിച്ചേട്ടന്റെ കുടുംബത്തിനും എല്ലാവിധ ആശംസകൾ നേർന്നുകൊണ്ട് നിർത്തട്ടെ. നന്ദി, നമസ്കാരം. ഇങ്ങോട്ട് വരുന്നത്, ഇങ്ങോട്ട് വന്ന് അപൂർവമായി നമ്മുടെ ഇതുപോലുള്ള ചടങ്ങിൽ പങ്കെടുക്കുന്നത് വർഷയ്ക്ക് എന്തൊക്കെ പ്രിപ്പറേഷൻ ചെയ്യാനുണ്ട്. അതായത് സീത പിന്നെ ശ്രീലങ്കയിൽ സീതയെ കൊണ്ട് എത്തിയിരിക്കുകയാണ്. രാവണൻ പിടിച്ചിരിക്കുകയാണ്. അപ്പൊ ഹനുമാൻ പോയി കാണുമ്പോഴേ ശ്രീരാമനോട് ചെന്ന് ഞാനിവിടെ വന്നവർക്ക് പറയുന്ന അടയാളമായിട്ട് പറയുന്നതിനൊരു മുദ്രാമോദനം കൊടുക്കുന്നത്, അതിന്റെ കൂടെ പറഞ്ഞ വാക്കുകളാണ്. കമരാമായിട്ട് അങ്ങനെയാണ് പറയുന്നത്. இந்த இப்பிறவிக்கு மாதரை சிந்தையாலும் துணை என்ற செவ்வரம் தந்த வார்த்தை തിരിച്ചെവി സാറ്റുവാൻ എന്ന് വെച്ചാൽ മീനിങ് എന്ന് വെച്ചാൽ ഈ ജന്മത്തിന് ഞാൻ രണ്ടാമതൊരു സ്ത്രീയെ ചിന്ത കൊണ്ടുപോലും സ്പർശിക്കില്ല എന്നുള്ള വരം എനിക്ക് വിവാഹ സമയത്ത് തന്ന വാക്ക്. അതൊരു മന്ത്രമാണ്. അത് എനിക്ക് തന്ന ഒരു വാക്കെന്ന് പറഞ്ഞാൽ അത് ഒരു റിജിഡിറ്റിയുള്ള ഒരു ലൈഫിലേക്ക് കാല് വയ്ക്കുമ്പോൾ ഒരു ഭാര്യയ്ക്ക് കിട്ടുന്ന ഏറ്റവും വലിയ ഒരു ആയുധമാണ്. ആ വാക്ക് പറഞ്ഞത് ഓർമ്മിപ്പിച്ചാൽ അദ്ദേഹത്തിന് മനസ്സിലാവും ഞാനാണെന്ന്. ഈ മുദ്രമോദനം പോകെ ഇങ്ങനെ ഒരു വാക്ക് എൻ്റെ അടുത്ത് രഹസ്യമായിട്ട് എൻ്റെ ചെവിയിൽ വിവാഹ സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞു. അത് കമ്പനി വളരെ സൂപ്പറായിട്ട് അത് വരി തമിഴ് അറിയാവുന്നവർക്ക് അത് മനസ്സിലാവുള്ളൂ. അതിന്റെ പ്രാസം അത്രയ്ക്കുണ്ട് ആ 4 വരി. അപ്പോ അതിന്റെ ഒരു ഉത്തമ ഉദാഹരണമായിട്ട് നമുക്ക് സ്വാമിയെ നമുക്ക് ഡിസ്ക്രൈബ് ചെയ്യാം. ഞാനിവിടെ 4 വർഷം CRC ആയിരുന്നു. നിങ്ങൾ പറഞ്ഞാൽ വിശ്വസിക്കില്ലേ, ചിലരെ ഭാര്യമാരെ പിടിക്കും. ഞാൻ അവരെ കുറ്റപ്പെടുത്തുന്ന അല്ലാടാ, ഒരു സംശയം.
പുള്ളി എത്ര മണിക്ക് എത്തി, എത്ര മണിക്ക് വരും, ആള് പിന്നെ അവിടെ എത്തിയിട്ടുണ്ടോ? സത്യമാണ്. ഞാൻ തമാശ രവീന്ദ്രൻ ഞാൻ പറയില്ല, എന്നോട് വിളിച്ചു ചോദിക്കാണ്, എനിക്ക് നമ്മുടെ ആള് സൈൻ ഓഫ് ചെയ്ത് പോയാ ഞാൻ പറഞ്ഞ പോയി എന്തെങ്കിലും പ്രശ്നമുണ്ടോ വീട്ടില്? ഞാൻ പ്രശ്നമൊന്നുമില്ല, അയാൾ വന്നാല് സമയത്തിന് വരുമോന്ന് അറിയാൻ വേണ്ടിട്ടാ. അപ്പൊ അങ്ങനെ ഒരു ഇഷ്യൂ അങ്ങനെ ഞാൻ തൊട്ട് വാങ്ങിയില്ല. വെറുതെ അടികൊണ്ട് കളയേണ്ട കാര്യമില്ലല്ലോ, കുടുംബസമാധാനം കളയേണ്ട കാര്യമില്ല. അപ്പോ അങ്ങനെ ഒരിക്കലും ഒരു ഫോൺ കോൾ വരാത്ത ഒരു വ്യക്തിയാണ്. അതാ ഞാൻ പറഞ്ഞത്. ഞാൻ പറയില്ല. അപ്പോ അത്രയും പുള്ളിയുടെ വ്യക്തിത്വം എല്ലാവർക്കും അറിയാവുന്നതാണ്. എന്നാലും ഞാൻ ഒരു തമാശ പറഞ്ഞതേ ഉള്ളൂ. ഒത്തിരി പേർക്കാണെങ്കിൽ ഇതുണ്ട്.